ശ്രീമഹാഗണപതേയ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയം. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയം. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയം. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശിവൻ്റെ കഥാകഥനം കഴിഞ്ഞു. ദശരഥ മഹാരാജാവ് സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ ഗുരുവായ വസിഷ്ഠനോട് സന്താനലബ്ധിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി നടത്താൻ പറയുന്ന ഒരു ഭാഗമാണ് ഇത്. ശ്രീരാമ രക്ഷ. ശരണം ദേവാ രമാരമണ ധരാപദേ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ. വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനൻ ഇതി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടേക്കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊൽകുന്നതു കേട്ടു സരസീരുക ഭവൻ ഈ വണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ. പൗലസ്ത്യ തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്ത വരബല ദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ.
നിൻ തിരുവടി തന്നമർത്യനായി പിറന്നിനി പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരം അതിനുമതിരുവോ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവൻ യുദ്ധമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ. തദ്വച സത്യം കർത്തുമുദ്യോഗമധ്യൈവ മേ. കശ്യപൻ ദശരഥ നാംന രാജേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചീടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു ഈകസാത്മജകുലനാശകാരിണിയായി. മേധിനി തന്നിൽ അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കപിവീരരായി പിറക്കേണം. മേധിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദന തീർപ്പാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുൾ ചെയ്താനേവം. ദാനവാരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാദിശാന്വയേ. സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകീടാതെ സൂത്രാമാദികളോടു പത്മസംഭവൻ നിജ ഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും ബുക്ക് സത്വരം ധരിത്രിയും അസ്തസന്തവം അതിസ്വസ്ഥയായി മരുവിനാലേ. ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയോധികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരഥം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി
പ്ലവകവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമിതകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിതകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും. കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്തു നല്ല നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും, പുത്രന്മാരില്ലായയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും, വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ട് ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും. അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനയിപ്പോൾ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനയിപ്പോൾ. ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനയിപ്പോൾ. ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ. അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്തപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വഗ്നിദേവൻ. താവകം പുത്രിയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രഭരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ. പരിഗ്രഹിച്ചു നൃപതിയും. വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം
ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ. താവകം പുത്രിയമീ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേകിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുട പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേകിയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാം പാതി നൽകിനാൻ കൈകേകിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുട പാതി കൊടുത്തിടിനാൾ മടിയാതെ. അതു കണ്ടു പാതി കൊടുത്തു കൈകേകിയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിഭ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിഭ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്ത് കാമന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവാർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ ദിതി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനായി ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും
ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരരാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും തെറ്റിതു കൈകേകിയും നക്ഷത്രം കൊണ്ട് ഈ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരരാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും എറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ ഇറ്റേ നാൾ സുമിത്രയും എറ്റിതു പുത്രദ്വയം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരിയോട് ശ്രീരാമചന്ദ്രൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാൻ നാരായണൻ്റെ അടുത്തെത്തി സകല ദേവന്മാരും ഭൂമിദേവിയും പാലാഴിയിലെത്തി ഭഗവാനോട് രാവണൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാൻ അയോധ്യയിൽ ദശരഥൻ്റെ പുത്രനായിട്ട് ജനിക്കുമെന്നും രാവണനെ നിഗ്രഹിക്കുമെന്നുള്ള സംഭവങ്ങളെല്ലാം ബ്രഹ്മദേവനോട് പറയുന്നു. ബ്രഹ്മദേവൻ അത് കേട്ട് വളരെയേറെ സന്തുഷ്ടനായി, ദേവന്മാരും അതുപോലെ സന്തുഷ്ടനായി തീരുന്നു. കശ്യപ പ്രജാപതി ദശരഥനായിട്ട് ഭൂമിയിൽ ജനിക്കുന്നു. കൗസല്യ അതിഥിയായ മാതാവ് കൗസല്യായിട്ട് ജനിക്കുന്നു. അങ്ങനെ ദശരഥ മഹാരാജാവ് കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും പുത്രന്മാരില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയോട് പുത്രന്മാരുണ്ടാകാനുള്ള വഴിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് 4 പുത്രന്മാരുണ്ടായിത്തീരും, യാതൊരു സംശയവും വേണ്ട. ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി നടത്താൻ പറയുന്നു. ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി നടത്തുമ്പോൾ അഗ്നി ഭഗവാൻ അഗ്നിയിൽ നിന്നുയർന്നു വന്ന് പായസം സമർപ്പിക്കും. ഈ പായസം കൈകേയിക്കും കൗസല്യയ്ക്കും കൊടുക്കുന്നു. അപ്പോഴാണ് സുമിത്രയുടെ കാര്യം അറിയുന്നത്. കൗസല്യ തൻ്റെ പായസത്തിൽ നിന്ന് പകുതിയും കൈകേയിക്ക് തൻ്റെ പായസത്തിൽ നിന്ന് പകുതിയും സുമിത്രയ്ക്ക് നൽകുന്നു. അങ്ങനെ 4 പുത്രന്മാർ അവിടെ ജനിക്കുന്ന ആ ഒരു ഭാഗം. അപ്പം സന്താനങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകാൻ പറ്റിയ ഒരു ഭാഗമാണ് ഈ പുത്രകാമേഷ്ടി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയുടെ നല്ലൊരു രാമായണ മാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.